വില പേശി കടയിലൊക്കെ പോയി മേടിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞല്ലോ. ഞങ്ങളൊരിക്കൽ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ പരിപാടിക്ക് പോയിട്ട് ഈ കർണാടക വഴി വരുന്നൊരു ട്രെയിനിന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് സാധനവും വില പേശുമ്പോൾ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. ഒരു 100 രൂപ പറഞ്ഞ സാധനത്തിന് നമ്മൾ പേശാൻ എത്ര പറയാം, നമുക്കൊരു 80, 70, 50 ഒക്കെ അല്ല. അവിടെ അങ്ങനെയല്ല. 100 രൂപ പറഞ്ഞ സാധനത്തിന് 2 രൂപയ്ക്ക് വരുമോ ആദ്യം ചോദിക്കണം. രണ്ടുപേര് തെറി പറയും നമ്മളെ, വാ പോടാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ആരില്ല അവിടെ നമ്മുടെ കൂടെ ഭാഷ അറിയാവുന്ന ഒരാൾ നാട്ടുകാരനും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശീലമായി. അതങ്ങനെ 3 ദിവസം അവിടെ നടന്ന് കിട്ടാവുന്ന സാധനം മുഴുവൻ ഈ അവനവൻ്റെ പേരിൻ്റെ അക്ഷരങ്ങൾ കോർത്ത് കയ്യിൽ ബ്രേസ്ലെറ്റ് ഇടുന്ന സാധനം, ഒരു അക്ഷരത്തിന് 100 രൂപ എന്നൊക്കെ പറഞ്ഞ് അവസാനം 10 രൂപയ്ക്ക് എല്ലാവരും കയ്യാക്കി പേരെഴുതി ഇടുന്നു. അങ്ങനെ വരുന്നു. വിലപേശലൊരു ശീലമായി. രാത്രി ഒരു 7 മണിയോടുകൂടി ട്രെയിനിൽ കിടന്ന് ഉറങ്ങി എല്ലാവരും. ട്രെയിൻ രാത്രി മുഴുവൻ ഓടി 10 മണിക്കൂർ ഓടി കേരളത്തിൽ വന്ന് ഉറങ്ങി എണീറ്റ് ട്രെയിനിൻ്റെ ജനലിൽ നിന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഓർമ്മയിൽ തെസ്നീഖാനായിരുന്നു തോന്നുന്നു, തെസ്നീത്തെ എങ്ങാണ്ടാണ്. ജനലിൽ കൂടെ നോക്കിയപ്പം അലുവ എന്ന് പറഞ്ഞ അലുവ വന്ന് എത്രയെന്ന് ചോദിച്ചു. എന്നാൽ അയാൾ പറഞ്ഞ് 80 രൂപ എന്ന് പറഞ്ഞ്. 5 രൂപയ്ക്ക് വരുമെന്ന് ചോദിച്ചു അലുവ. അയാൾ ആ ട്രെയിനിന്റെ ജനലിൽ കൂടെ അലുവ കൊണ്ട് മുഖത്തിട്ട് ഒറ്റ കുത്ത് കൊതോന്ന് പറഞ്ഞിട്ട് ആ ശീലം പക്ഷെ അലുവായ്ക്ക് കുത്ത് കിട്ടിയ കേരളത്തിലെ ഒരേ ഒരാളാണ്.